പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് 10 പ്രവാസികൾ മരിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ട് എന്നാണ് വിവരം. ഒട്ടേറെ പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നുകൂടി റിപ്പോർട്ടുകൾ വരുന്നു. മരിച്ചവർ ഏത് രാജ്യക്കാരാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അൽ അഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ പലയിടങ്ങളിലായി ആളുകൾ കുഴഞ്ഞു വീണത്. ഇങ്ങനെ ആളുകൾ കുഴഞ്ഞു വീണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീടാണ് ഇതിനൊരു യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് ജെബി ബ്ലോക്ക് 4-ൽ ഉണ്ടാക്കിയിട്ടുള്ള മദ്യം പലരും വാങ്ങി കഴിച്ചിരുന്നു. ആ മദ്യത്തിൽ വിഷാംശം കലർന്നിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഫർവാനിയ, അബ്ബാസി എന്നീ ആശുപത്രികളിൽ ആണ് ഈ മദ്യദുരന്തത്തിൽ ഇരയായ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 15ഓളം ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ കഴിയുന്നവരിൽ തന്നെ പലർക്കും കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പലരുടെയും കണ്ണിന്റെ കാഴ്ചശക്തി പോയിട്ടുള്ളതും സംഭവിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളിൽ മലയാളികളുമുണ്ട്. പക്ഷേ മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരാണ് കൂടുതൽ പേരും എന്നറിയുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നും മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. പ്രാദേശിക അറബ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ദുരന്തം ഉണ്ടായതായി സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലകളിൽ ഇങ്ങനെ മദ്യം വിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതിന്റെ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോഴാണ് ഇതിന്റെ തീവ്രത മനസ്സിലാകുന്നത്. സംഭവത്തിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ സാമ്പിൾ എടുത്ത് അതുകൊണ്ടുപോയി പരിശോധിക്കുമ്പോഴാണ് ഇതിൽ വിഷാംശം ഉണ്ടെന്ന് മനസ്സിലായത്.